നമസ്കാരം. പ്രവാസി മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം. സ്പോൺസർമാർ ഒഴുക്കുന്ന കെണി, ചതി, അതിൽ വീണ ജീവിതം ഇല്ലാതാകുന്ന അനവധി ആളുകളുടെ വാർത്ത നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. ഭയത്തോടു കൂടി അല്ലാതെ നമുക്ക് ആ വാർത്തകളൊന്നും തന്നെ കേൾക്കാനും സാധിക്കുകയില്ല. സമാനമായ രീതിയിൽ കുവൈറ്റിലെ എത്തിയ രക്ഷിക്കാനായി അല്ലെങ്കിൽ ജീവിതം ഒന്ന് പച്ചപിടിക്കാനായി കുവൈറ്റിലെത്തിയ പ്രവാസിയായിട്ടുള്ള ഇന്ത്യക്കാരന് സംഭവിച്ച ദാരുണ അന്ത്യം എത്തി നിൽക്കുന്നതും ഇത്തരത്തിൽ സ്പോൺസർമാരുടെ ചതിയിൽ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും പലരും സ്പോൺസർമാർ വഴി തന്നെയാണ് ദുബായിലേക്ക് അല്ലെങ്കിൽ കുവൈറ്റിലേക്ക്, UK-യിലേക്ക്, അങ്ങനെ നിരവധി അന്യനാടുകളിലേക്ക് പോകുന്ന സ്പോൺസർമാർ വഴി തന്നെയാണ്. അവരെ പൂർണ്ണമായി വിശ്വസിക്കുകയും അവർക്ക് ഇല്ലാത്ത പൈസ, ചിലപ്പോൾ വീടൊക്കെ പണയം വെച്ചായിരിക്കും നമുക്ക് കൊണ്ട് കൊടുക്കുന്നത്, അതൊക്കെ കൊണ്ട് കൊടുക്കുകയും ചതിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ മരണവും സംഭവിക്കുന്നു, കൊലപാതകം വരെ നടക്കുന്നു. എന്താണ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരനായ പ്രവാസിക്ക് സംഭവിച്ചത്? ഇത് പറയുന്നത് തുടക്കത്തിൽ ഈ പറയുന്നത് പോലെ സ്പോൺസർമാരുടെ വിഷയം പറയുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് സ്പോൺസർമാർ മാത്രമാണ്. ഇങ്ങനെ വിദേശത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ ആകെ രക്ഷപ്പെടുത്താൻ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആകെ അറിയുന്ന ആളും ഈ സ്പോൺസർ തന്നെയായിരിക്കില്ല. പക്ഷേ അവർ തന്നെ വില്ലനാകുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാസർഗോഡ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഫസീല എന്ന് പറയുന്ന യുവതിയെ പറ്റിച്ചിട്ടുള്ള സംഭവവും അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. പക്ഷെ ഇന്നിപ്പോൾ ഇതേ രീതിയിൽ തന്നെ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ്. അവിടെ ഒരു ഭാഗ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രവാസി മരണപ്പെട്ടു. നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടന്നിട്ട് അത് തെളിയിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ നിർണായകമായത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കാരണമായത് ഒരു കുപ്പത്തൊട്ടിയാണ്, അതായത് ഒരു വേസ്റ്റ് ബിൻ. ആ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നാണ് കാര്യങ്ങളുടെ ഈ കഥയുടെ ഒക്കെ തുടക്കം. അതായത് ഒരു വേസ്റ്റ് ബിന്നിൽ ചെറിയൊരു കറയോട് കൂടിയിട്ടുള്ള ഒരു വസ്ത്രം അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയാണ്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു വസ്ത്രമൊന്നും ആ ഒരു വേസ്റ്റ് ബിന്നിൽ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവമെന്ന ആളുകൾ ശ്രദ്ധിക്കുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് അത് ആ വസ്ത്രത്തിൽ ഉണ്ടായിരുന്ന കറ എന്ന് പറയുന്നത് രക്തമാണ് എന്നുള്ളത്. അങ്ങനെ സംശയം തോന്നിയ ഇത് കണ്ടിട്ടുള്ള അവിടുത്തെ ആളുകൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടു ഇതൊരു സാധാരണ രീതിയിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ട് ആരും വസ്ത്രം കളഞ്ഞതല്ല, ഇതൊരു മനുഷ്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു. ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഡീറ്റെയിൽസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എത്തിപ്പെടുന്നത് ഇന്ത്യൻ പ്രവാസിയിലേക്കാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു വീരാൻ ലുലു എന്ന് പറയുന്ന ഒരാളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. സ്പോൺസർ തന്നെയാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാൻ ചെയ്ത്, അതും സ്പോൺസറും അവിടുത്തെ ആളുകളും കൂടെ പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു അടുത്തുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, ചോരയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വസ്ത്രമാണോ അല്ലെങ്കിൽ ഈ കൊല ചെയ്യുന്ന സമയത്ത് ഇവരുടെ ദേഹത്ത് പറ്റിയ ചോര കറയുള്ളത് കൊണ്ട് അവരുടെ വസ്ത്രമാണോ ഉപേക്ഷിച്ചത് എന്നറിയില്ല. എന്തായാലും കൊലപാതകത്തിന് ശേഷം പ്രതികളാണ് ഈ വസ്ത്രം ഈ കുപ്പത്തൊട്ടിയിലിട്ടത്. അങ്ങനെ പോലീസ് അന്വേഷണങ്ങൾ, CCTV, നമുക്കറിയാലോ സ്വാഭാവികമായിട്ടൊരു കൊലപാതകം ഒക്കെ നടക്കുമ്പോൾ CCTV മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ഇയാളുടെ സ്പോൺസറാണ് ഈ ഒരു വസ്തു, അതായത് ഈ രക്തക്കറ പുരണ്ട ഡ്രസ്സ് ഇവിടെ കൊണ്ടിട്ടത് എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് അന്വേഷകർ അവരുടെ അടുത്തേക്ക് എത്തുന്നു, ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സ്പോൺസറെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് കുവൈറ്റ് പൗരനും സ്പോൺസറും ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇയാളെ കൊല്ലുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഈ ഒരു കൊലപാതക വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇനി എന്തിനാണ് ഇയാളെ ഇങ്ങനെ കൊന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഒരു ഇന്ത്യൻ പ്രവാസിയെ കൊല ചെയ്യാൻ വേണ്ടി സ്പോൺസർ അടക്കം സഹായത്തിന് നിന്നു. അതും പുറത്തു വരാത്ത രീതിയിലായിരുന്നു ഈ ഒരു കൊലപാതകം തീർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ആ ഒരു എവിഡൻസ് പുറത്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കൊലപാതകം നടന്നു എന്നുള്ള കാര്യം തെളിയുകയാണ്. ഇതിപ്പം പുറത്തു വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും തെളിയിക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് കൊലപാതകം നടന്നത് എന്ന ചോദ്യം, ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഒരു പ്രവാസി ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത്. അത് മാത്രമല്ല, ഈ കൊലപാതകം തെളിഞ്ഞതിന്റെ ഭാഗമായിട്ട് കുവൈറ്റ് പൗരനടക്കം വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തു
വന്നിട്ടുള്ള റിപ്പോർട്ട് കുവൈറ്റ് പൗരനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങളോ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ ഒക്കെ ആയിരിക്കണം കൊലപാതകത്തിലേക്ക് നയിച്ചതോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു പ്രവാസിയായിട്ടുള്ള ഇന്ത്യൻ പൗരൻ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അതും വളരെ ക്രൂരമായി തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എനിക്ക് തോന്നുന്നു അന്വേഷിച്ച് ചെന്നപ്പോൾ മൃതശരീരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൃതശരീരവും ലഭിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയോ എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടത്. കാരണം നമുക്കറിയാം പ്രവാസ ലോകത്തെ വാർത്തയൊന്നും തന്നെ അത്ര വ്യക്തമായി എല്ലാം ഒന്നും പുറത്തു വരികയില്ല. പ്രത്യേകിച്ച് ഒരു കുവൈറ്റ് പൗരൻ കൂടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ എല്ലാം പുറത്തു വരുമോ? ഇതിൽ ഈ പറയുന്നത് പോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കേസ് തെളിയാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ കുപ്പത്തൊട്ടിയിലുള്ള ഒരു വസ്ത്രം കിട്ടി എന്നത് മാത്രമല്ല, അതായിരുന്നു കേസിലേക്ക് എത്തിച്ചത്. പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞതിനു ശേഷം ഈ പറയുന്ന പ്രവാസിയുടെ ഭാര്യ ഇതിലൊരു പ്രധാനപ്പെട്ട തെളിവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇയാളെ കാണാതാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇയാൾ ഇവൾക്ക് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് താനും തൻ്റെ സ്പോൺസറും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറിലാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ തിരിച്ചു വരികയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവർ രണ്ടുപേരും അവിടെ പ്രവാസ ലോകത്ത് ജോലി തേടി പോയിട്ടുള്ള ആളുകളായിരുന്നു, ഭാര്യയും ഭർത്താവും. അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെന്താണ് തീരുമാനിക്കുന്നത്, അവരെങ്ങോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം താൻ ഇദ്ദേഹത്തിനോട് പോവുകയാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 2-3 ദിവസം വൈകി കഴിഞ്ഞാലും അദ്ദേഹം തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ അതിനിടയിൽ ഈ അന്വേഷണം വരുന്നു, ഇടപെടലുണ്ടാകുന്നു, ഇയാളുടെ കാണാതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഭാര്യ ഈ കാര്യങ്ങൾ കൂടെ പറഞ്ഞത് കേസിനൊരു തെളിവായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കേസ് പുറത്തു വരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കേസുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു കേസ്. അതായത് എറണാകുളം റിലേറ്റഡ് ആണ് എന്ന് തോന്നുന്നു. ഒരു സ്ക്രൂ തെളിയിച്ചൊരു കൊലപാതകമാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത്. ആ കൊലപാതകം ആരും അറിഞ്ഞിരുന്നില്ല. അവരങ്ങനെ പൊതുവെ പുറത്തൊന്നും പോകുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു കായൽ പ്രദേശത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഡപ്പ പോലെയുള്ള സാധനം വീപ്പ പൊന്തി നിൽക്കുന്നത് കാണാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു കൗതുകം നാട്ടുകാർക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് അതിൽ ഒന്നും തന്നെ കാണാനില്ല എന്നുള്ളതെന്ന് വെച്ചാൽ മൊത്തം സിമന്റ് മൂടി നമ്മൾ ഈ ടാറൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അധികാരം ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് ആർക്കോ ഒരു സംശയം തോന്നിയപ്പം അവരത് പൊട്ടിച്ചു നോക്കാൻ ശ്രമിച്ചു. അത് പൊട്ടിച്ചു നോക്കിയപ്പം അതിൻ്റെ അകത്ത് കണ്ടത്, അതായത് ആ കോൺക്രീറ്റ് പൊളിച്ചപ്പം അതിൽ ഒരുപാട് എല്ലുകൾ മാത്രമാണുള്ളത്. മനുഷ്യൻ്റെതാണോ എന്ന് പോലും പൂർണ്ണമായിട്ട് അറിയാത്ത എല്ലുകൾ. പക്ഷേ ഒരു കോൺക്രീറ്റിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ഒരു എല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ജീവിയാണെങ്കിൽ പോലും അതിനെ മൃഗീയമായി കൊന്നു എന്നുള്ള രീതിയിൽ ആളുകൾ മനസ്സിലാക്കുകയാണ്. പിന്നെ അത് റിപ്പോർട്ടൊക്കെ ചെയ്ത് പോലീസ് ഇടപെട്ടു, അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഇതൊരു മനുഷ്യൻ്റെതാണ് എന്ന് കണ്ടുപിടിച്ചത് ആ എല്ലുകൾക്കിടയിൽ ചെറിയൊരു സ്ക്രൂ ഉണ്ടായിരുന്നു. ആ സ്ക്രൂ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലപ്പെട്ടിട്ടുള്ള സ്ത്രീ അവർ ഈ മരണപ്പെടുന്നതിന് 2 വർഷം മുമ്പ് എങ്ങാണ്ടോ ഒരു കാലിനൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സർജറിയുടെ ഭാഗമായിട്ട് അവരുടെ എല്ലിന് ഇട്ട ഒരു സ്ക്രൂ ആണത്. അപ്പം ആ സ്ക്രൂവിൽ ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രൂ ഉപയോഗിച്ച് അന്വേഷണ സംഘം പോലീസ് പോകുന്നു, ആശുപത്രിയിലെത്തി. അങ്ങനെ അവിടുന്ന് ഡീറ്റെയിൽസ് എടുത്തെടുത്ത് വന്നപ്പോഴാണ് ഈ സ്ത്രീയെ കൊല ചെയ്തതാണ് എന്നും ഈ സ്ത്രീ തന്നെയാണ് കാണാതായതെന്നും എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തുവരുന്നത്. അതായത് ചെറിയൊരു സ്ക്രൂ ആണ് ഈ ഒരു കൊലപാതകം മൊത്തം തെളിയിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു കുപ്പത്തൊട്ടി ഒരു കൊലപാതകം തെളിയിച്ചിരിക്കുകയാണ്. അതിലേറ്റവും വിഷമകരം എന്ന് പറയുന്നത് ഒരു പ്രവാസിയാണ്. നമുക്കറിയാം, കരകയറാൻ വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും മറ്റൊരു നാട്ടിലേക്കൊക്കെ പോയി ജീവിക്കുന്നത്. അവിടെ നിന്ന് ഈ സ്പോൺസറുടെ ചതി മൂലം മരണപ്പെടേണ്ടി വന്നിട്ടുള്ള ആളാണ്. 4 വർഷം മുമ്പാണ് ഇദ്ദേഹം പോയിട്ടുള്ളത്, കുവൈറ്റിലേക്കൊക്കെ പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും എന്തിനാണ് ഇങ്ങനെ ഒരു കൊല നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് കുവൈറ്റ് അധികൃതർ തീരുമാനിച്ചിട്ട് ആ വിവരങ്ങൾ പുറത്തുവിടാത്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതൊന്നും അറിയില്ല. എന്തായാലും ആ കുവൈറ്റ് പൗരന് ഈ ഒരു വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്ക് നമസ്കാരം.